ഹായ്, ഇന്ന് നമുക്ക് ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന മുട്ട റോസ്റ്റിൻ്റെ അതേ രുചിയിൽ നമുക്ക് ഇന്ന് ഒരു കിടിലൻ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ട റോസ്റ്റിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മുട്ടക്കറിയുടെ ടേസ്റ്റ് അല്ല, അതിന് വേറൊരു രുചിയാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കാം. അവർ എങ്ങനെയാണ് ആ മുട്ടക്കറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി ചായക്കടയിലെ ജോലിക്കാണ് പോകുന്നത്. അവരോട് ചോദിച്ചിട്ടാണ് ചായക്കടയിലെ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞു തന്നതനുസരിച്ചാണ് ഈ മുട്ട റോസ്റ്റ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റാണ് എനിക്കിഷ്ടമായി. നിങ്ങൾക്കും ഇതിഷ്ടമാകും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ 2 സവാള ചെറുതായി കനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പില, രമ്പയില എന്ന് പറഞ്ഞാൽ ബിരിയാണി ഇലയാണ്. പിന്നെ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇത്രയുമാണ്. ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കൈവച്ച് ഈ സവാളയിൽ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമി യോജിപ്പിക്കണം. എന്നിട്ട് ഈ സവാളയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുവും കറിവേപ്പിലയും മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരുന്ന സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ തക്കാളിയും സവാളയും നല്ലതുപോലെ വേകുന്നതിന് വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കും. ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ടക്കറിയുടെ രഹസ്യം ഇതാണ്. അവർ ഇതുപോലെ വെള്ളം ഒഴിച്ച് സവാളയെല്ലാം ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കും. എന്നിട്ട് മാത്രമേ പൊടികൾ ആഡ് ചെയ്യാറുള്ളൂ. നമ്മളാണെങ്കിൽ വീട്ടിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് സാധാരണ വഴറ്റിയെടുക്കാറുള്ളത്. ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കുമ്പോഴാണ് ആ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ചെറിയ തീയിൽ വെച്ചാണ് ഈ സവാളയെല്ലാം ഞാൻ വേവിച്ചത്. വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി മല്ലിപ്പൊടിയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്നുകൂടി ഒഴിച്ച് ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കണം. മുളക് പൊടി സവാളയും നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുന്നത്. ഇതുപോലെ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലാത്ത ഇത് കാണുന്ന കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ട റോസ്റ്റിൻ്റെ അതേ രുചിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ കാണുന്ന കൂട്ടുകാർ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. ഇനി പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇതുപോലെ പിച്ചാത്തിയിട്ട് ഓരോ വര ഇട്ട് കൊടുക്കണം മുട്ടയിൽ. ആ മസാലയൊക്കെ മുട്ടയിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ട് മുട്ടക്കറിയിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡിയായി.